സൂക്ഷ്മദർശിനി ജിതിൻ MC സംവിധാനം ചെയ്ത കോമഡി ത്രില്ലർ മൂവിയാണ് സൂക്ഷ്മദർശിനി. ബേസിൽ നസ്രിയ കോമ്പിനേഷൻ. 4 വർഷത്തിന് ശേഷം നസ്രിയയുടെ സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവ്, ബേസിലിന്റെ ത്രൂ ഔട്ട് നെഗറ്റീവ് കഥാപാത്രമായുള്ള ട്രാക്ക് മാറ്റം, കൂടാതെ ധ്യാൻ ബേസിൽ, ടൊവിനോ ബേസിൽ എന്ന പോലെ സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂകളിലൂടെ തന്നെ മികച്ച പിന്തുണ നേടിയ ബേസിൽ നസ്രിയ കോംബോ. ഇതൊക്കെയാണ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കാരണം. ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റിന്റെയും AVA പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ സമീർ താഹിർ, ഷൈജു ഖാലിദ്, AV അനൂപ് എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സൂക്ഷ്മദർശിനിയിലേക്ക് സൂക്ഷ്മമായി വരാം. നിങ്ങൾക്ക് എത്ര നന്നായി നിങ്ങളുടെ അയൽക്കാരെ അറിയാം? ഈ ചോദ്യത്തിനാണ് സിനിമ ഉത്തരം തരാൻ ശ്രമിക്കുന്നത്. പ്രിയദർശിനി എന്ന വീട്ടമ്മയായി നസ്രിയയും പുതിയ അയൽക്കാരനായി താമസത്തിന് വരുന്ന മാനുവലായി ബേസിലും ചിത്രത്തിലെത്തുന്നു. സ്വാഭാവികമായും എല്ലാവർക്കുമുള്ള ക്യൂരിയോസിറ്റിയാണ് നമ്മുടെ അയൽപ്പക്കത്ത് എന്ത് നടക്കുന്നു, ആരൊക്കെ വരുന്നു പോകുന്നു എന്നതൊക്കെ. ആ ക്യൂരിയോസിറ്റി ഉപയോഗപ്പെടുത്തുന്ന കഥയും കഥാപരിസരവുമാണ് സൂക്ഷ്മദർശിനിയുടേത്. ആദ്യ പകുതി പതിയെ പോകുമ്പോൾ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അയൽപ്പക്കത്തെ തന്ത്രശാലിയും പിടിവാശിക്കാരിയുമായ വീട്ടമ്മ നടത്തുന്ന സിമ്പിൾ അന്വേഷണങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയിൽ തിരക്കഥാകൃത്തുക്കളായ ലിബിൻ TVയുടെയും അതുൽ രാമചന്ദ്രന്റെയും എഫേർട്ട് എടുത്തു പറയണം. തിരക്കഥയുടെ മേന്മ കൊണ്ടും കഥ നടക്കുന്ന ടെറൈനിന്റെ പ്രത്യേകത കൊണ്ടും ആദ്യമേ സിനിമയ്ക്ക് ഒരു നിഗൂഢ സ്വഭാവം കൈവരുന്നുണ്ട്. അതിനിടയിലും കാലഘട്ടത്തിന് യോജിക്കുന്ന തരത്തിലുള്ള കോമഡി എലമെന്റുകളും ഉൾപ്പെടുത്തി പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളുടെ സ്വഭാവം അവരുടെ ദിനചര്യകളിലൂടെ തന്നെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ പലയിടത്തും ലാഗും ഫീൽ ചെയ്യുന്നുണ്ട്. ശരൺ വേലായുധന്റെ ഛായാഗ്രഹണത്തിന് മികച്ച വിഷ്വലുകളിലൂടെ കഥാപരിസരത്തിന്റെ നിഗൂഢതയെ എടുത്തു കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ഏറ്റവും കൂടുതൽ സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ക്രിസ്റ്റോ സേവ്യറിന്റെ മ്യൂസിക് ആണ്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നസ്രിയ കുഴപ്പമില്ലായിരുന്നു. നെഗറ്റീവ് ഷെയ്ഡുള്ള അയൽക്കാരൻ പയ്യനായി ബേസിൽ ജോസഫ് നന്നായി തന്നെ ചെയ്തു. സിദ്ധാർത്ഥ് ഭരതൻ എപ്പോഴത്തെയും പോലെ മികച്ചതായിരുന്നു. ഉപ്പും മുളകും സീരിയലിലൂടെ വന്ന താരങ്ങളായ കോട്ടയം രമേശ്, മനോഹരി ജോയ് എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറ്റു താരങ്ങളായ ദീപക് പറമ്പോൾ, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ് എന്നിവരും നന്നായിരുന്നു. എങ്കിലും ഇവർക്ക് പലർക്കും പൊതുവെ സ്ക്രീൻ ടൈം കുറവായിരുന്നു. സ്ലോ പേസിൽ തുടങ്ങി സസ്പെൻസുമായി നീങ്ങി കഥാന്ത്യത്തിലേക്ക് അടുക്കുന്തോറുമാണ് സിനിമ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുക. എല്ലാ കാലത്തും സോഷ്യലി റിലവന്റ് ആയി നിൽക്കുന്ന ഒരു വിഷയവും അതേ തുടർന്ന് നടക്കുന്ന ക്രൈമും പ്രേക്ഷകർക്ക് മുന്നിൽ വെളിവാകും. ഇനിയൊന്ന് സൂക്ഷ്മമായി നോക്കൂ. നമ്മുടെ ചുറ്റുമുള്ള പലരുടെയും നിഷ്കളങ്കമായ ചിരിക്കു പിന്നിൽ എത്രത്തോളം നിഷ്കളങ്കതയുണ്ടാകും. നന്ദി. സിനിമ കണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.